ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു തന്തൂരി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു പെർഫെക്റ്റ് കളറും പെർഫെക്റ്റ് ടേസ്റ്റൊക്കെ ആയിട്ട് തോന്നില്ലേ? അതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ ഇതുപോലത്തെ വലിയ 2 പീസായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും മസാല കറക്റ്റ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു ബ്രസ്റ്റ് പീസ് എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മലർത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വലിയ പീസായിട്ട് കിട്ടുകയും ചെയ്യും. മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ച് കിട്ടിക്കോളും. അടുത്തതിന് ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് അധികം പുളിയില്ലാത്തൊരു 4 ടേബിൾ സ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീരോടെ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മാത്രം ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതുകൂടെ എടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക. നോക്കിയിട്ട് പിന്നീട് എടുക്കുക കേട്ടോ. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതിയാകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ വേണം കേട്ടോ. പിന്നെ ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കനിലേക്ക് നല്ലോണം മസാല തേച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ മസാല ആക്കിയിട്ട് സമയം ഉണ്ടെങ്കിൽ ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കൂടുതൽ വെക്കുകയാണെങ്കിലും നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മളിത് പാനിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓവനും ഗ്രില്ലൊന്നും ഇല്ലാതെ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കി എടുക്കണം. ബട്ടർ തന്നെ വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബട്ടർ കുറവാണെങ്കിൽ കുറച്ച് ഓയിലും കുറച്ച് ബട്ടർ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ആ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചാൽ മതി. പക്ഷേ ഇതിപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് തീരെ ഒരു കളറില്ല കേട്ടോ. ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുമ്പം ആ സെർവിങ്ങിന് നല്ലൊരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു കളറും വേണം. എന്നാൽ അധികം എരിവൊന്നും ഉണ്ടാവാനും പാടില്ല. ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ലൂസായിട്ടുള്ള കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയിട്ടുള്ളത്. ഇതിവിടെ രണ്ടാമത് ഒന്നുകൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്ത മസാലപ്പൊടികളും അതുപോലെ തന്നെ തൈര് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈസ്റ്റേൻ്റെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അതാവുന്ന സമയത്ത് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ടേസ്റ്റും ആയിരിക്കും, പെർഫെക്റ്റ് കളറും ആയിരിക്കും. പിന്നെ ഒരുപാട് എരിവൊന്നുമില്ല, നല്ല കറക്റ്റായിട്ട് കിട്ടിക്കോളും. ആദ്യം ചെയ്തതുപോലെ തന്നെ മസാലയൊക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ അങ്ങ് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ കുറച്ച് മസാല മിക്സാക്കി നമ്മൾ കൂടുതലുണ്ടാവും, അത് എടുത്ത് വെക്കണം കേട്ടോ. ലാസ്റ്റ് ആവശ്യം വരുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ചിക്കൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് തന്നെ വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. എന്നാലാണ് കറക്റ്റ് ഉൾഭാഗമൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. ആദ്യത്തെ ഒരു 5-6 മിനിറ്റ് കഴിയുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് ബട്ടർ കരിഞ്ഞു പോലെ തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മൾ അത് അത്യാവശ്യമൊക്കെ ഒന്ന് ഇതുപോലൊക്കെ ഫ്രൈ പോലെയൊക്കെ ആയി വെന്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ ഇതിൻ്റെ ബാക്കി, അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് കറക്റ്റ് പിടിച്ച് സെറ്റായിട്ട് കിട്ടിക്കോളും. ഇതുപോലെ നമ്മൾ തന്തൂരി സ്റ്റൈലിലൊക്കെ പാനിൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ചെറിയ തീയിൽ തന്നെ വെക്കണം കേട്ടോ. കാരണം എണ്ണയും ഓയിലൊക്കെ കുറവായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഈ മസാലയൊക്കെ അങ്ങ് വേവിച്ചെടുത്താൽ മതിയാകും. അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി നോക്കുന്ന സമയത്ത് ഇതുപോലൊക്കെ മസാല അങ്ങനെ പിടിച്ച് വരുന്നുണ്ടാവും കേട്ടോ. ആ ഒരു ചിക്കനിലേക്ക് മുഴുവനായിട്ട് അങ്ങ് തേച്ച് കൊടുക്കാം. എന്തായാലും ഒരു 20 മിനിറ്റൊക്കെ വേണ്ടി വരും ചെറിയ തീയിൽ ഇതുപോലെ ചെയ്യുന്ന സമയത്ത്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ചൊരു നമ്മുടെ കസൂരി മേത്തി ഉണ്ടല്ലോ, അത് ചൂടാക്കി പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആദ്യം നമ്മൾ മസാല ആക്കുന്ന സമയത്ത് ആക്കി കൊടുത്താലും മതിയാകും. പിന്നെ ഒരു ഇത്തിരി ബട്ടറും കൂടെ ലാസ്റ്റ് സെർവ് ചെയ്യുന്ന സമയത്തേക്ക് ആക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില നല്ല ചെറുതായി മുറിച്ചതിന് മേലെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു ഇത്തിരി മൊസറല്ല ചീസ് മേലെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ചീസിൻ്റെ ഒക്കെ ടേസ്റ്റ് കുറച്ച് കൂടുതലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ചീസി ചിക്കൻ പോലെയൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചിട്ട് അതിലേക്ക് 2 തുള്ളി ഓയിലൂടെ ഇട്ടിച്ചിട്ട് ഒന്നങ്ങ് അടച്ച് വെക്കുക. ഒരു 2 മിനിറ്റ് ചെറിയ തീയിലങ്ങ് വെച്ചാൽ മതി. അപ്പം ആ ഒരു ചീസൊക്കെ ചെറുതായിട്ടങ്ങ് മെൽറ്റ് ആയിക്കോളും. നല്ലോണം മെൽറ്റാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വെച്ചാൽ മതി, നല്ലോണം ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത്ര തന്നെ ലോട്ട് പരിപാടി. നല്ല ചൂടോട് കൂടെ തന്നെ എടുക്കണം കേട്ടോ കഴിക്കാനായിട്ട്. ഞാനിവിടെ കുബൂസിൻ്റെ കൂടെയാണ് എടുക്കുന്നത്. പൊറോട്ടയുടെ ചപ്പാത്തിയുടെ ഒക്കെ സൈഡായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലെയിൻ റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. കാരണം ആ മേലെ കുറച്ച് മസാലയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കൂട്ടി കുഴച്ച് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ ഒരു പെർഫെക്റ്റ് കളറിൽ കാണുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാനായിട്ട് തോന്നില്ല. അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ടേസ്റ്റുമാണ്. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്